രാജീവ് ചന്ദ്രശേഖർ മാധ്യമപ്രവർത്തകയോട് അപമര്യാദയായി പെരുമാറി എന്ന് പറഞ്ഞാൽ ഞാൻ വിശ്വസിക്കില്ല. കാരണം അദ്ദേഹത്തിൻ്റെ രീതിയിൽ അപമര്യാദയായി മാധ്യമപ്രവർത്തകയോട് പെരുമാറിയില്ല എന്നുള്ളത് തന്നെയാണ്. അതായത് നമ്മൾ നടന്ന സംഭവം കണ്ടില്ല എന്നല്ല, അത് നടന്നു, നമ്മൾ കണ്ടു, രാജീവ് ജിയുടെ അലർച്ചയും കേട്ടു. പക്ഷേ അത് രാജീവ് ചന്ദ്രശേഖരെ സംബന്ധിച്ച് ഒരു അപമര്യാദയായി പെരുമാറലല്ല. മാത്രമല്ല, ഇതാണ് രാജീവ് ചന്ദ്രശേഖറിന്റെ യഥാർത്ഥ മര്യാദയോടുള്ള പെരുമാറ്റം. നിങ്ങളോട് ആരാ പറഞ്ഞു? അല്ല, നിങ്ങളോട് ആരാ പറഞ്ഞു? ഈ അല്ല പറയൂ, അത് നിങ്ങളുടെ ഏത് ചാനലാണ്? മതി അവിടെ ഇരുന്നാ മതി, അവിടെ ചോദിക്കരുത്, നിങ്ങൾ ചോദിക്കരുത്. ഇല്ല, ഞാൻ മറുപടി തരില്ല. ഇന്നലെ ഒരു സൂയിസൈഡ് ചെയ്ത കൗൺസിലറാണ്, മനസ്സിലായില്ലേ? നിങ്ങളിങ്ങനെ നുണ പ്രചരിപ്പിക്കരുത്. പിന്നെ ഇല്ല, ശുദ്ധ നുണയാണ്. നിങ്ങൾ നുണ പറയുന്ന ചാനലാണ്, ഒരു നാണമില്ലാത്തൊരു ചാനലാ. ഒരു അല്ല, മരിച്ച ഒരാളെ കുറിച്ച് ഇങ്ങനെ പറയുന്നൊരു നാണില്ലേ നിങ്ങൾക്ക്? നമ്മൾ കേരളീയർ രാജീവ് ചന്ദ്രശേഖർ ജിയെ അടുത്തറിഞ്ഞത് എപ്പോൾ മുതലാണ്? ഈ പുള്ളിക്കാരൻ BJP സംസ്ഥാന പ്രസിഡന്റ് ആയതിനു ശേഷമാണ് നമ്മൾ അദ്ദേഹത്തെ എന്നും കാണുന്നതും അടുത്തറിയുന്നതും. BJP സംസ്ഥാന പ്രസിഡന്റ് ആയതിനു ശേഷമാണ് പുള്ളിക്കാരന് നേരെ ചൊവ്വേ മലയാളം സംസാരിക്കാൻ പോലും കഴിയില്ല എന്ന കാര്യം പോലും നമ്മൾ അറിയുന്നത്. ഇക്കഴിഞ്ഞ ദിവസം നടന്ന സംഭവത്തിൽ മാധ്യമപ്രവർത്തകയെ നീ എന്നൊക്കെ വിളിച്ചാണ് പുള്ളിക്കാരൻ പ്രതികരിക്കുന്നത്. എന്നാൽ അതൊരു ബഹുമാനക്കുറവായി കാണേണ്ടതില്ല എന്നാണ് എനിക്ക് പറയാനുള്ളത്. അദ്ദേഹത്തിന് അതേ അറിയാവുന്ന കാര്യം അദ്ദേഹം പറയുകയും ചെയ്തു. ഈ തിരുവനന്തപുരം നഗരസഭയിലെ ഒരു BJP കൗൺസിലർ ആത്മഹത്യ ചെയ്ത സംഭവവുമായി ബന്ധപ്പെട്ട് നടത്തിയ ഈ പരാമർശം സഹപ്രവർത്തകന്റെ ആത്മഹത്യയുടെ പേരിലുണ്ടായ വലിയ ദുഃഖത്തിൽ നിന്ന് ഉണ്ടായതാണെന്ന് പലരും ചിലപ്പോൾ കരുതും. ഒരിക്കലും അതങ്ങനെയല്ല. കാരണം രാജീവ് ജി, നീ അവിടെ നിന്ന് മിണ്ടരുത് എന്നൊക്കെ കിടന്ന് നിലവിളിക്കുമ്പോൾ കൂടെ നിൽക്കുന്ന ഇദ്ദേഹത്തിൻ്റെ ഇപ്പോഴത്തെ വലങ്കൈയായ സുരേഷ് ജി ഉൾപ്പെടെയുള്ള പലരും ചിരിച്ചു മറിയുകയാണ്. BJP കൗൺസിലർ ആത്മഹത്യ ചെയ്ത സംഭവത്തിൽ ഇത്രത്തോളം ദുഃഖം ഉള്ളിൽ ഒതുക്കി വച്ചാണ് ഇവരൊക്കെ നിന്നിരുന്നത് എന്ന് സത്യം പറഞ്ഞാൽ ഈ വീഡിയോ കണ്ടപ്പോഴാണ് എനിക്ക് മനസ്സിലാക്കാൻ കഴിഞ്ഞത്. എന്തായാലും ഇതുമായി ബന്ധപ്പെട്ട കുറച്ച് കാര്യങ്ങൾ നിങ്ങൾ കേൾക്കണം. വരുന്ന തദ്ദേശ സ്വയംഭരണ തെരഞ്ഞെടുപ്പിൽ തിരുവനന്തപുരം നഗരസഭ പിടിക്കാൻ കച്ചകെട്ടി ഇറങ്ങിയ BJP തിരുവനന്തപുരത്ത് എങ്ങനെയാണ് ഇപ്പോൾ ഉടുതുണിയില്ലാതെ നിൽക്കുന്നത് എന്നുള്ള കാര്യം നിങ്ങൾ അറിയണം. സ്വന്തം കൂട്ടത്തിലുള്ള ഒരു വ്യക്തിയെ ഒരു നോട്ടം കൊണ്ടുപോലും സഹായിക്കാതെ മരണത്തിലേക്ക് തള്ളിവിട്ട സമകാലിക സംഭവങ്ങൾ എങ്ങനെയാണ് വരുന്ന തെരഞ്ഞെടുപ്പുകളെ ബാധിക്കുക എന്നുള്ളതും നിങ്ങൾ അറിയണം. രാജീവ് ചന്ദ്രശേഖർ ആരോടാ ചൂടാകുന്നത്? ഹർഷ, ആരോടാണ് ഈ ചൂടാകുന്നത്? അവരുടെ പാർട്ടിയുടെ ഒരു പ്രധാനപ്പെട്ട നേതാവ് അവിടെ ഇങ്ങനെ ഒരു ദുരൂഹമായ സാഹചര്യത്തിൽ, ഒട്ടും നല്ലതല്ലാത്ത സാഹചര്യത്തിൽ മരിച്ചു, ആത്മഹത്യ ചെയ്തു. അദ്ദേഹത്തിന്റെ കത്തിൽ, ആത്മഹത്യാക്കുറിപ്പിൽ ഇങ്ങനെ നമ്മുടെ ആളുകൾ പണം വാങ്ങി തിരിച്ചു തന്നില്ല എന്നുള്ള പരാമർശമുണ്ട് എന്ന് മാധ്യമപ്രവർത്തകർ അറിയുകയാണ്. അത് ചോദിക്കുമ്പോൾ ഒരു മരണ വീടിന് മുന്നിൽ നിൽക്കുമ്പോൾ അദ്ദേഹത്തിന്റെ ഭൗതിക ശരീരത്തിന് ചൂട് മാറുന്നതിന് മുമ്പേ ആളുകളോട് തട്ടിക്കയറുകയാണോ വേണ്ടത്? ആളുകളോട് ഡിഗ്നിഫൈഡ് ആയിട്ട്, അത് അത്തരം ഘട്ടങ്ങളിൽ നിങ്ങൾ ചോദ്യം ചെയ്യപ്പെടും. അത്തരം ഘട്ടങ്ങളിൽ ചോദ്യം ചെയ്യപ്പെടാനുള്ളതാണ് രാഷ്ട്രീയ പാർട്ടി പ്രവർത്തകർ, രാഷ്ട്രീയ നേതാവ്. അത്തരം ഘട്ടങ്ങളിൽ ചോദ്യം ചെയ്യപ്പെടാനുള്ളതാണ് സംസ്ഥാന സമിതി അധ്യക്ഷൻ എന്നൊക്കെ പറയുന്നതെന്ന് മനസ്സിലാക്കിയിട്ട് മര്യാദക്ക് വേണം മാധ്യമപ്രവർത്തകരോട് സംസാരിക്കാൻ, ആരോടും സംസാരിക്കാൻ, ക്യാമറകൾക്ക് മുന്നിൽ സംസാരിക്കാൻ. അദ്ദേഹത്തിന് കേരളത്തിന്റെ പൊതുപ്രവർത്തന രംഗത്തിന്റെ ഇത്തരം കാര്യങ്ങളെക്കുറിച്ച് അറിവില്ലെങ്കിൽ അത് അദ്ദേഹത്തിന്റെ ഭാവപ്രവർത്തകർ പഠിപ്പിച്ചു കൊടുക്കുകയാണ് വേണ്ടത് എന്നുകൂടെ പറഞ്ഞ് നിർത്തുകയാണ്. ഞാൻ വിചാരിച്ചു ഇതിപ്പോൾ കൈരളിയിൽ നിന്നാണ്, എന്നാൽ പിന്നെ CPM ആസൂത്രണം ചെയ്ത് ചോദിച്ച വല്ല ചോദ്യങ്ങളും ചോദിച്ചിട്ടാണോ ആ റിപ്പോർട്ടർക്ക് നേരെ ചൂടാകുന്നതെന്ന് അറിയാൻ വേണ്ടി രണ്ടാമതും മൂന്നാമതും കണ്ടു നോക്കി. വളരെ കൃത്യമായ ചോദ്യങ്ങൾ മാത്രമേ എനിക്ക് അവിടെ കേൾക്കാൻ കഴിഞ്ഞിട്ടുള്ളൂ. സ്വാഭാവികമായി ഇത്തരം ഒരു ദുരന്തം ഉണ്ടാകുന്ന സ്ഥലത്ത് എല്ലാ മാധ്യമപ്രവർത്തകരും ചോദിച്ചിരിക്കേണ്ട തരത്തിലുള്ള ചില ചോദ്യങ്ങൾ മാത്രമാണ് അവിടെ ഉയർന്നു വന്നത്. ആ ചോദ്യങ്ങളോട് അസഹിഷ്ണുതയോടെ പെരുമാറുക മാത്രമല്ല, മൊത്തത്തിൽ മാധ്യമങ്ങളോട് കയർക്കുക, നിങ്ങളൊന്നും മാധ്യമപ്രവർത്തകരല്ല എന്ന് പറയുക, കാണിച്ചു തരാമെന്ന് പറയുക. ഇദ്ദേഹം കാണിച്ചു തരുന്നത് എന്താണ് എന്ന് നമുക്കറിയാം. കാരണം ഇദ്ദേഹത്തിന്റെ ചരിത്രം നമുക്കറിയാം. ഇതറിയാതെ അല്ലല്ലോ, മാധ്യമപ്രവർത്തകർക്ക് ഇദ്ദേഹത്തിന്റെ ചരിത്രം നന്നായി അറിയാം. ഇദ്ദേഹം സ്ലാബ് സ്യൂട്ടുകൾ കൊടുത്ത് മാധ്യമങ്ങളെ കുഴപ്പത്തിൽ ചാടിക്കാൻ ശ്രമിച്ചിട്ടുള്ളതിന്റെ ചരിത്രം നമുക്ക് വേണമെങ്കിൽ ഇപ്പോൾ എടുത്ത് ചർച്ച ചെയ്യാം. ഇദ്ദേഹം മാത്രമല്ല, ഇദ്ദേഹം മാധ്യമ ഇൻവെസ്റ്റർ കൂടിയാണല്ലോ. ഇപ്പോൾ റിപ്പബ്ലിക് ചാനലിൻ്റെ മാധ്യമപ്രവർത്തകരുടെ ചോദ്യങ്ങളെല്ലാം ഏറ്റവും ശരിയാണല്ലോ. കാരണം ഇദ്ദേഹമാണല്ലോ ഈ ചെല്ലും ചെലവും കൊടുത്ത ആ മാധ്യമ സ്ഥാപനത്തെ ഉണ്ടാക്കിയെടുത്തത്. ആ മാധ്യമപ്രവർത്തനത്തെക്കുറിച്ചുള്ള വിമർശനത്തിൽ ഇദ്ദേഹത്തിന് എന്താണ് പറയാനുള്ളത്? മാത്രമല്ല, ഇവിടെ കേരളത്തിലൊരു മാധ്യമ സ്ഥാപനത്തെ അദ്ദേഹം ഓൺ ചെയ്യുന്നുണ്ട്. അപ്പോൾ അങ്ങനെ ഇരുന്നുകൊണ്ടാണ് അദ്ദേഹം ഈ തോന്നിയാസം കാണിക്കുന്നത്. ഇതൊന്നും കേരളത്തിൽ അത് വയർ പോലെയുള്ള പ്രതിപക്ഷ സ്വഭാവമുള്ള മാധ്യമ സ്ഥാപനത്തെ അടച്ചുപൂട്ടാൻ വേണ്ടിയിട്ടുള്ള പണിയെടുത്തിട്ടുള്ള വ്യക്തി കൂടിയാണ് അദ്ദേഹം. ഒരു ബിസിനസ്സുകാരാണ്, കോർപ്പറേറ്റ് മുതലാളി കൂടിയാണ്. ഇതൊന്നും കേരളത്തിൽ എന്താ അറിയാത്ത കാര്യമാണോ?
ഇദ്ദേഹം എന്താണ് ഈ മാധ്യമ എന്താണ് ഈ രാഷ്ട്രീയ പ്രവർത്തകൻ എന്നുള്ള നിലയിൽ മാത്രം അറിയപ്പെടേണ്ട ആളാണോ? അല്ല, അദ്ദേഹം ആയിരക്കണക്കിന് കോടിയുടെ ടേൺ ഓവർ ഉള്ള സ്ഥാപനത്തിന്റെ ഉടമ കൂടിയാണ്. അത് ആ നിലയ്ക്ക് അത് മാത്രമാണ്. ഇതൊക്കെ ഈ എന്താണ് തെരഞ്ഞെടുപ്പ് കാലത്ത് ഇതൊന്നും വെളിപ്പെടുത്താതിരിക്കാൻ, ഇതായത് ഈ നിയമത്തിന്റെ ഗ്രേ ഏരിയയെ മുഴുവൻ പ്രയോജനപ്പെടുത്തിക്കൊണ്ട് മുന്നോട്ട് കൂടിയാണ്. ഇതെല്ലാം എടുത്തെടുത്ത് വേണമെങ്കിൽ ചർച്ച ചെയ്യാം. ഒരു കാര്യമുള്ളത്, അത്തരം കോർപ്പറേറ്റ് മനസ്സ് അപ്ലൈ ചെയ്യേണ്ടത് ഒരു കാര്യമല്ല. ഇത് ഒരു സഹപ്രവർത്തകൻ, അതാണ് ആ കോർപ്പറേറ്റ് മനസ്സാ, അതാണ് കോർപ്പറേറ്റ് മനസ്സുകൊണ്ട് അല്ല ഇക്കാര്യങ്ങൾ നോക്കേണ്ടത്. ഒരു സഹപ്രവർത്തകൻ അദ്ദേഹം അങ്ങനെ ഇത്രക്ക് ദാരുണമായ ഒരു സംഭവമായിട്ട് അവിടെ ഈ ശരീരത്തിന്റെ ചൂട് മാറാതെ കിടക്കുകയാണ്. ആ കുടുംബം അലമുറയിട്ട് കരഞ്ഞുകൊണ്ടിരിക്കുകയാണ്. അന്നേരത്താണ് ഇദ്ദേഹം എൻ്റെ പാർട്ടിക്ക് അല്ലെങ്കിൽ എനിക്ക് ഞാൻ ഉദ്ദേശിച്ച കാര്യങ്ങൾക്ക് വല്ല ക്ഷീണവും പറ്റിപ്പോകുമോ എന്ന മട്ടിൽ ചൂടാകുന്നത് എന്നതാണ്. ഇതിനകത്ത് ഒറ്റ കാര്യം കൂടെ ഞാൻ പറയാം. അതായത് ഇതിനകത്ത് അദ്ദേഹത്തെ ധീരതയില്ലാത്ത ഒരാളായിട്ട് ചിത്രീകരിക്കുകയാണ് ഇവർ ചെയ്യുന്നത്. അതായത് വളരെ ചെറും പ്രായം തൊട്ട് ഈ സംവിധാനങ്ങൾക്കകത്തൂടെ വന്ന് നേതാവായി മാറിയ അദ്ദേഹം CPM-നെയും പോലീസിനെയും പേടിച്ചിട്ട് ആത്മഹത്യ ചെയ്യുന്നതാണോ ഇവർ പറയുന്നത്? അങ്ങനെയാണ് ഉദ്ദേശിക്കുന്നത്. അല്ല, അത് മാത്രമല്ല, ഇപ്പൊ CPIM-ഓ പോലീസോ അങ്ങനെ ഇദ്ദേഹത്തോട് ഈ പണം തിരിച്ചു കൊടുക്കണം എന്ന് പറഞ്ഞ് സമീപിച്ചെന്നിരിക്കട്ടെ, ഇദ്ദേഹം എന്താ ചെയ്യാൻ പോകുന്നത്? ഇദ്ദേഹം നേരെ പോയി ആത്മഹത്യ ചെയ്യുന്ന ഒരാളാണോ അദ്ദേഹം? അതെ, ഒരു വളരെ നല്ല ഒരു മനുഷ്യനായിരുന്നു ഈ നേതാവ്, ഈ പൊതുപ്രവർത്തകൻ എന്ന കാര്യം നമുക്ക് ഒന്നുകൂടെ വ്യക്തമാവുകയാണ് ചെയ്യുക. കാരണം നമുക്കറിയാം, ഹർഷൻ ഇപ്പോൾ പറഞ്ഞതുപോലെ BJP പോലെ രാജ്യം ഭരിക്കുന്ന ഒരു വലിയ പാർട്ടിക്ക് ആവശ്യത്തിലേറെയും പണമുണ്ട് എന്ന് അവരും എതിരാളികളുമൊക്കെ പലപ്പോഴായിട്ട് പറഞ്ഞിട്ടുള്ള ഒരു രാഷ്ട്രീയ പാർട്ടിക്ക് പരിഹരിക്കാവുന്ന കാര്യങ്ങളേ ഉള്ളൂ. അതിൽ പല വഴികളുണ്ടാകും, ചിലപ്പോൾ ബുദ്ധിമുട്ടുണ്ടാകുമായിരിക്കും. പക്ഷേ അവർക്ക് പരിഹരിക്കാവുന്ന കാര്യം മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ പോലും. ആ ഭാരമൊന്നും മറ്റുള്ളവരിൽ ഏൽപ്പിക്കാതെ, ആത്മഹത്യാക്കുറിപ്പിൽ ഒരാളെപ്പോലും കുറ്റപ്പെടുത്താതെ ആത്മഹത്യാക്കുറിപ്പ് എഴുതി വെച്ച് എൻ്റെ ചെലവ് കാശ് ഞാൻ വെച്ചിട്ടുണ്ട് എന്ന് എനിക്കത് വായിച്ചപ്പോൾ അവസാന ഭാഗത്തേക്ക് വായിക്കുമ്പോൾ നമ്മൾ ആകെ ഇളകിപ്പോകും ഹർഷ. അതായത് ചെലവ് കാശ് ഞാൻ ഇതോടൊപ്പം വെച്ചിട്ടുണ്ട്. ചെലവ് കാശ് എന്ന് വെച്ചാൽ എൻ്റെ സംസ്കാര ചടങ്ങുകളുടെ ചെലവ് കാശ് ഞാനിവിടെ വെച്ചിട്ടുണ്ടെന്നാണ് അദ്ദേഹം പറഞ്ഞ് പോകുന്നത്. ഒരാളെപ്പോലും കുറ്റപ്പെടുത്തിയിട്ടില്ല. അദ്ദേഹത്തിൻ്റെ പാർട്ടിയോട്, അദ്ദേഹത്തിൻ്റെ സഹപ്രവർത്തകരോട്, സഹനേതാക്കളോട് അങ്ങേയറ്റം ആവശ്യമില്ലാത്തത്രക്ക് വലിയ മാന്യമായിട്ട് പെരുമാറിയല്ലോ. അത്രക്ക് അവരുടെ കുടുംബത്തിന്, അദ്ദേഹത്തിൻ്റെ കുടുംബത്തിന് ഈ ഘട്ടത്തിൽ അങ്ങേയറ്റം ഹൃദയവേദനയുള്ള ഈ ഘട്ടത്തിൽ, അങ്ങേയറ്റം സങ്കടകരമായ ഘട്ടത്തിൽ അവർക്ക് ഈ ഒരു പോയിന്റ് ആശ്വാസകരമായിരിക്കണം എന്ന് ഞാൻ വിചാരിക്കുന്നു. കാരണം അദ്ദേഹം അത്രമേൽ മാന്യമായിട്ടുള്ള ഒരാളായിരുന്നു, അത്രക്ക് നല്ലൊരു മനുഷ്യനായിരുന്നു എന്ന് നമ്മൾ നിശ്ചയമായിട്ടും RDX കാര്യം പറയണമെന്നാണ് ഞാൻ വിചാരിക്കുന്നത്. എനിക്കതാണ് മനസ്സിലായത്. പക്ഷേ അദ്ദേഹത്തിൻ്റെ പാർട്ടി അദ്ദേഹത്തോട് നേരാവണ്ണമാണോ പ്രതികരിക്കുന്നതെന്ന് അദ്ദേഹത്തിൻ്റെ പാർട്ടി തന്നെ പരിശോധിക്കട്ടെ. അദ്ദേഹത്തിൻ്റെ സഹപ്രവർത്തകരായുള്ള നേതാക്കൾ അദ്ദേഹത്തോട് നേരാവണ്ണമാണോ ഇപ്പോൾ മരണാനന്തരവും പ്രതികരിക്കുന്നതെന്ന് അദ്ദേഹത്തിൻ്റെ പാർട്ടിയുടെ നേതാക്കളും പ്രവർത്തകരും തന്നെ പരിശോധിക്കട്ടെ ഹർഷ. അതായത് നമ്മുടെ ആളുകളെന്ന് അദ്ദേഹം എഴുതിയിരിക്കുന്നത് ഹർഷ, നമ്മുടെ ആളുകളെന്ന് മരിക്കുന്നതിന് തൊട്ട് മുമ്പ് ഒരു കത്തെഴുതി വെക്കുമ്പോൾ ഒരാൾ നമ്മുടെ ആളുകൾ എന്ന് പറയുമ്പോൾ ആരാണ്? അത് നമ്മുടെ ആളുകളാണ്. ഞാൻ എൻ്റെ ആളുകൾ എന്ന് ഞാൻ എൻ്റെ ഒരു ഏറ്റവും ഒടുവിലത്തെ കത്തിൽ അല്ലെങ്കിൽ വർത്തമാനത്തിൽ ഒരാൾ പറയുമ്പോൾ അത് ഹൃദയം കൊണ്ട് എഴുതുന്നതാണ്. നമ്മുടെ ആളുകൾ ആരാണ്? അദ്ദേഹം, ഞാൻ മനസ്സിലാക്കുന്നത്, ഞാൻ അവിടുത്തെ നമ്മുടെ റിപ്പോർട്ടർമാരോട് ചോദിച്ചു, അദ്ദേഹം വളരെ ചെറുപ്രായം തൊട്ട് ഈ സംഘപരിവാര ബന്ധുവായിട്ടുള്ള ഒരു രാഷ്ട്രീയ പ്രവർത്തകനാണ്. അദ്ദേഹം മറ്റേതും പാർട്ടിയിൽ നിന്ന് വന്ന ആളല്ല. അദ്ദേഹം വളരെ ചെറിയ പ്രായം തൊട്ട് അവരുടെ സകല സംവിധാനങ്ങൾക്കകത്തൂടെയും വന്ന ഒരാളാണ്. നമ്മുടെ ആളുകൾ എന്ന് പറഞ്ഞാൽ അദ്ദേഹത്തിന്, അനിലിന് ഒരൊറ്റ ആളേ ഉള്ളൂ, അത് അദ്ദേഹത്തിൻ്റെ പാർട്ടിക്കാരാണ്. അതായത് അദ്ദേഹത്തിൻ്റെ പാർട്ടിയുടെ ഒരു മുതിർന്ന നേതാവ് നമ്മുടെ ആളുകൾ എന്നതിനെ വ്യാഖ്യാനിക്കാൻ പോയത് കണ്ടോ ഹർഷ? ഇതൊക്കെ പരിഹരിക്കാൻ ഇനിയും മാർഗ്ഗങ്ങളുണ്ട്, ഇനിയും പരിഹരിക്കാൻ എന്തൊക്കെ മാർഗ്ഗങ്ങളുണ്ട്. പക്ഷേ മരിച്ചുപോയ മനുഷ്യരുടെ ഡിഗ്നിറ്റി, അവരോടൊപ്പം ചേർന്ന് നിൽക്കുന്ന കുടുംബാംഗങ്ങളുടെ ഡിഗ്നിറ്റി, അദ്ദേഹത്തെ വലിയ നേതാവായി കണ്ടിരിക്കുന്ന മനുഷ്യരുടെ ഡിഗ്നിറ്റി, അത് പരിഗണിക്കാനുള്ള അവകാശമില്ലേ അല്ലെങ്കിൽ ഉത്തരവാദിത്വമില്ലേ ഈ നേതാക്കൾക്ക്? നമ്മുടെ ആളുകൾ എന്നതിനെ വ്യാഖ്യാനിക്കാൻ വേണ്ടി പോവുകയാണ്. ഇതിനുശേഷം ഉണ്ടാകുന്ന കാര്യങ്ങൾ അങ്ങനെ നിലക്ക് നമുക്ക് ഒരു വലിയ പാർട്ടിയിലെ, നമ്മുടെ രാജ്യം ഭരിക്കുന്ന പാർട്ടിയിൽ ആ നിലക്ക് പരിഹരിക്കാം എന്ന് തന്നെ കണക്കാക്കണം. പക്ഷേ നമ്മുടെ ആളുകൾ എന്ന് അദ്ദേഹം പറയുന്നതിനെ തള്ളിക്കളയലുണ്ട്. നമ്മുടെ ആളുകൾ എന്ന് തന്നെയാണ് അദ്ദേഹം പറഞ്ഞിരിക്കുന്നത്. ആരാണെന്ന് അരിഭക്ഷണം കഴിക്കുന്ന ആൾക്കെല്ലാം മനസ്സിലാകും. പിന്നെ BJP നേതാവ് എന്ന നിലക്ക് അദ്ദേഹം CPM-നെതിരെയും കോൺഗ്രസിനെതിരെയും പോലീസിനെതിരെയും ഒക്കെ തിരുവനന്തപുരത്ത് സമരം നടത്തിയിരുന്ന ആളുകളാണ്. അദ്ദേഹത്തെ CPM എന്ന രാഷ്ട്രീയ പാർട്ടിയോ കോൺഗ്രസ് എന്ന രാഷ്ട്രീയ പാർട്ടിയോ പോലീസ് സംവിധാനമോ അല്ലെങ്കിൽ കോർപ്പറേഷൻ മറ്റ് സംവിധാനങ്ങളോ ഉപദ്രവിച്ചിരുന്നെങ്കിൽ അദ്ദേഹം അത് തന്നെ എഴുതിയാനേ, ഇതാ എൻ്റെ ഈ പ്രശ്നത്തിന് കാരണം ഈ സംവിധാനങ്ങളാണ്, ഈ പാർട്ടിയാണ്, ഈ നേതാക്കളാണ്, ഈ മറുപക്ഷത്തെ പാർട്ടിയുടെ നേതാക്കളാണെന്ന് എഴുതി തന്നെ. അദ്ദേഹത്തിന്റെ ധീരതയെ ഇവർ പരിഹരിക്കുകയാണോ എന്ന് തോന്നില്ലേ അദ്ദേഹത്തിന്റെ കൂടെയുള്ള സഹപ്രവർത്തകർക്ക്, അദ്ദേഹത്തിന്റെ പാർട്ടിയുടെ ആളുകൾക്ക്? CPM ആണ് അദ്ദേഹത്തെ ഉപദ്രവിച്ചെങ്കിൽ CPM എന്നെ ഉപദ്രവിക്കുന്നു, പോലീസാണ് എന്നെ ഉപദ്രവിച്ചിരിക്കുന്നത്, പോലീസ് എന്നെ ഉപദ്രവിക്കുന്നു എന്ന് എഴുതി വെക്കില്ലേ അദ്ദേഹം? അദ്ദേഹത്തിന് എന്താ ഇവരൊക്കെ പേടിയാണോ? അപ്പോൾ മരിച്ചുപോയ നേതാവിൻ്റെ ഓർമ്മയോട് കുറച്ച് ഡിഗ്നിഫൈഡ് ആയിട്ട് പെരുമാറാൻ ഇനിയെങ്കിലും അവരുടെ പ്രവർത്തകരും നേതാക്കളും അത് കാണിക്കണം. എന്തുകൊണ്ടാണെന്ന് വെച്ചാൽ, അല്ലെങ്കിൽ ഇനി വരുന്ന പൊതുപ്രവർത്തകർക്ക് അല്ലെങ്കിൽ ചെറുപ്പക്കാരായിട്ടുള്ള രാഷ്ട്രീയത്തിലേക്ക് വരുന്ന ആളുകൾ ഈ അവരവരുടെ പ്രസ്ഥാനങ്ങളോടുള്ള വിശ്വാസം നഷ്ടപ്പെട്ടു പോകും. അദ്ദേഹം ആദ്യന്തം പ്രവർത്തിച്ചത് BJP-യിൽ, RSS-ൽ. ആ സഹകരണ സംഘം സമ്പൂർണ്ണമായും RSS-ന്റെയും BJP-യുടെയും നിയന്ത്രണത്തിലുള്ളതാണ്. അവിടെ ജോലി ചെയ്യുന്ന മുഴുവൻ പേരും RSS-ന്റെയോ BJP-യുടെ പ്രവർത്തകരാണ്. അതിൻ്റെ ഭരണസമിതി അങ്ങനെ തന്നെയാണ്, അവിടുത്തെ അംഗങ്ങളും അങ്ങനെ തന്നെയാണ്. അപ്പോൾ അത്തരം ഒരു സിസ്റ്റത്തിൽ ഇരുന്നുകൊണ്ടാണ് അദ്ദേഹം ഈ കത്തെഴുതുന്നത്. അവിടെ പ്രത്യേകിച്ച് ഇനി വിശേഷിപ്പിക്കേണ്ടതോ പ്രത്യേകിച്ച് ആളുകളെ പേരെടുത്ത് പറഞ്ഞ് ബോധ്യപ്പെടുത്തേണ്ടതോ ഒരാവശ്യമോ ഇല്ല. മാത്രമല്ല അദ്ദേഹം വളരെ മാന്യമായി തന്നെയാണ്, സനീഷ് നേരത്തെ പറഞ്ഞതുപോലെ അദ്ദേഹത്തിന്
ആരെങ്കിലും കുറ്റപ്പെടുത്തിയിട്ട് ഈ പ്രസ്ഥാനം ഒരു കുഴപ്പത്തിലേക്ക് പോകേണ്ടതില്ല എന്നുള്ള തോന്നൽ പോലുമുണ്ട്. രണ്ടാമതൊരു വട്ടം വായിച്ചിരുന്നെങ്കിൽ ഈ കത്തിലെ ആ 1-1.5 വരി കൂടി അദ്ദേഹം ചിലപ്പോൾ വെട്ടിക്കളഞ്ഞതെന്നാണ് എനിക്ക് തോന്നുന്നത്. ഈ കത്ത് മുഴുവൻ വായിച്ചു നിർത്തുമ്പോൾ അദ്ദേഹം പറയുന്നത് എങ്ങനെയാണ്, നമുക്ക് തിരിച്ചു പിടിക്കാൻ ധാരാളം തുകയുണ്ട്, ഈ സഹകരണ സംഘത്തിന്. അത് ആരുടെ നിയന്ത്രണത്തിലുള്ളതാണ്? അപ്പോൾ അത് ഈ BJPയുടെ നിയന്ത്രണത്തിലുള്ളതാണ്. നമ്മുടെ ആൾക്കാരെ സഹായിച്ചു, മറ്റ് നടപടികൾക്കൊന്നും പോകാതെ പല അവധി പറഞ്ഞ് തിരിച്ചടയ്ക്കാൻ കാലതാമസമുണ്ടാക്കി. അതായത് മറ്റു നടപടിക്കൊന്നും പോയില്ല, സഹകരണ സംഘം മറ്റു നടപടിക്കൊന്നും പോയില്ല. നടപടിക്ക് പോകേണ്ടത് സഹകരണ സംഘമാണല്ലോ. അതായത് ആ തിരിച്ചടവിന് കാലതാമസം ഉണ്ടാക്കിക്കൊണ്ടിരുന്നു, കാരണം മറ്റു നടപടിക്ക് പോകാതെ നമ്മുടെ ആളുകളെ സഹായിച്ചത് കൊണ്ടാണ് അങ്ങനെ പോകേണ്ടി വന്നത്. പക്ഷേ ഇപ്പോൾ എല്ലാ പഴിയും എനിക്കെതിരെ കുറ്റപ്പെടുത്തൽ വരുന്നു. ഇത്രയും കാര്യങ്ങൾ ആ കത്തിൽ പറയുന്നുണ്ട്. ആ കത്ത് മുന്നിൽ നിൽക്കെയാണ് ഇത് CPIM എന്തോ ആസൂത്രിതമായി നടപ്പാക്കിയ ഒരു പാതകമാണ് എന്ന മട്ടിൽ BJP ആരോപിക്കാൻ ശ്രമിക്കുന്നത്, പോലീസിനെതിരെ ആരോപണം കൊണ്ടുവരുന്നത്. അതൊന്നും നിൽക്കുന്നതല്ല എന്ന് മാത്രമല്ല, എനിക്ക് തോന്നുന്നത് BJP അവിടെ ഒരു വിജയപ്രതീക്ഷയിൽ ഈ തിരുവനന്തപുരം കോർപ്പറേഷനിൽ മുന്നോട്ട് പ്രവർത്തനമൊക്കെയായി പൊയ്ക്കൊണ്ടിരിക്കുന്ന സമയത്ത് കിട്ടിയ വലിയ തിരിച്ചടിയാണിത്. അങ്ങനെ വിജയിക്കണമെന്നൊക്കെ ആഗ്രഹമുണ്ടെങ്കിൽ ഈ രാജീവ് ചന്ദ്രശേഖർ ചെയ്യേണ്ടിയിരുന്നത് എന്താണ്? ഈ പ്രശ്നം പരിഹരിക്കുക എന്നതാണ് ചെയ്യേണ്ടിയിരുന്നത്. അവിടുത്തെ നേതാക്കന്മാർക്ക് ആർക്കും അറിയാത്ത ഒരു പ്രശ്നമാണ് എന്ന് അരിയാഹാരം കഴിക്കുന്ന ആരെങ്കിലും വിശ്വസിക്കുമോ? അവിടുത്തെ നേതാക്കൾക്ക് അറിയാവുന്ന കാര്യമാണ്. ആ പ്രശ്നം പരിഹരിക്കുകയാണ് വേണ്ടത്. അതിന് പകരം എന്താ ചെയ്തത്? ഇദ്ദേഹത്തിന്റെ മരണം ഉണ്ടായതിന് തൊട്ടു പിന്നാലെ അതിന്റെ ആരോപണം മുഴുവൻ CPIMന്റെയും പോലീസിന്റെയും തലയ്ക്ക് കെട്ടിവെക്കാൻ ശ്രമിക്കുക. എന്നിട്ട് ഈ പറഞ്ഞ ഇന്നിപ്പോ ഏതായാലും ഒരു കാര്യത്തിൽ ആശ്വാസമുണ്ട്. ഈ രാജീവ് ചന്ദ്രശേഖർ പക്ഷം, വി മുരളീധരൻ പക്ഷം എന്നൊന്നും പറയേണ്ട, എല്ലാ പക്ഷവും ഒരുമിച്ച് ഈ കാര്യത്തെ ന്യായീകരിക്കാൻ ഇറങ്ങി തിരിച്ചിട്ടുണ്ട് എന്നുള്ളതാണ് കൗതുകകരമായ കാര്യം, സങ്കടകരമായ കാര്യം. ഇന്നിപ്പോ വി മുരളീധരൻ പറയുകയാണ് നമ്മുടെ ആളുകൾ എന്ന് പറഞ്ഞാൽ ആരാണ്? നമ്മുടെ ആളുകൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സഹകരണ സംഘത്തിലുള്ള ആളുകളെ കുറിച്ചാണ് പറയുന്നത്. അങ്ങനെയല്ലല്ലോ. അദ്ദേഹത്തിന് അഡ്രസ് ചെയ്യാനുള്ളത് ആരെയാണ്, അല്ലെങ്കിൽ അദ്ദേഹം ഈ കാര്യങ്ങൾ വിശദീകരിക്കേണ്ടത് ആരോടാണ്? പറയുന്നത് അതാണ്.